ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തുന്നത്. 2024-25 സീസണിലേക്ക് ISL പ്രൊമോഷൻ കിട്ടി വന്ന അവരുടെ ആദ്യ മത്സരമായിരുന്നു മുഹമ്മദൻ സ്പോർട്ടിങ്ങിൽ നിന്ന്. ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ പരാജയമാണ്. സ്വന്തം കാണികൾക്ക് മുമ്പിലായിരുന്നു മത്സരം. കൊൽക്കത്തയിലായിരുന്നു മത്സരം. നമുക്കറിയാം മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെയും ഹോം സ്റ്റേഡിയം നിലവിൽ കൊൽക്കത്തയാണ്. ലീഗിൽ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരായി ഇത്തവണ ISL പ്രൊമോഷൻ കിട്ടി വന്ന ടീമാണ്. പക്ഷെ ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒക്കെ നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ്. ഡ്യൂറന്റ് കപ്പിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി പെനാൽറ്റി ഷൂട്ടൌട്ടിലാണെങ്കിൽ പോലും 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് ആ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ സ്വന്തമാക്കിയിരുന്നു. ബെനോലിക്ക് കീഴിൽ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിൽ ഒന്നാണ്. കഴിഞ്ഞ സീസണിൽ നമ്മളത് കണ്ടതാണ്. അവർക്കെതിരെ ഒരു ഭേദപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം തന്നെയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും വരും മത്സരങ്ങളിൽ മുഹമ്മദൻ സ്പോർട്ടിംഗിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ഒരു സൂചനയായിരിക്കാം ശരിക്കും ഇത്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ തുടക്കക്കാരായ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അജയ് റായി ആണ് ശരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തത്.